സദ്യ അവിയലാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. സാധാരണ അവിയലിൽ നിന്നും സദ്യ അവിയലിന് കുറച്ച് വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ചേനയാണ്. ചേന വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പച്ചക്കായ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും ഏകദേശം ഒരേ അളവിൽ തന്നെ മുറിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ക്യാരറ്റാണ്. ഇനി ഒരു മുരിങ്ങക്കായ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ചിങ്ങാപ്പയർ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീൻസ്, ഒരു പടവലങ്ങയുടെ പകുതി കഷ്ണം, അതേപോലെ തന്നെ വഴുതനങ്ങ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എരിവിന് ആവശ്യം നമുക്ക് പച്ചമുളകാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് ഉണ്ട്. ഉരുളക്കിഴങ്ങ് സദ്യ അവിയലിന് ചേർക്കാറില്ല. ഇനി നമുക്ക് എങ്ങനെയാണത് പാചകം ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് വേവ് അനുസരിച്ച് ഭക്ഷണങ്ങൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് ചേന ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ്, ബീൻസ്, അച്ചിങ്ങ, പടവലങ്ങ, വഴുതനങ്ങ, പച്ചമുളക്, ഇതിനകത്ത് മുളക് പൊടി ചേർക്കില്ല. ചില സ്ഥലങ്ങളിൽ മുളക് പൊടി ചേർക്കാറുണ്ട്, പക്ഷേ ഞങ്ങൾ മുളക് പൊടി ചേർക്കാറില്ല. പച്ചമുളകിൻ്റെ എരിവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി അതിലേക്ക് ഒരു തവി വെള്ളം ചേർത്താൽ മതി. നമ്മൾ ദോശക്കൊക്കെ എടുക്കുന്ന തവിക്ക് ഒരു തവി വെള്ളം ചേർക്കുക, അതായത് അടി പിടിക്കാതിരിക്കുക. എന്നിട്ടൊന്ന് സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു തവി വെള്ളം കൊണ്ട് നമുക്ക് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മുരിങ്ങക്കായും പച്ചക്കായുമാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ ചേർക്കാം. അതിൻ്റെ മുകളിലേക്ക് പച്ചക്കായ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇളക്കണ്ട. അപ്പോൾ ആ ആവിയിൽ കിടന്നതിന് നന്നായിട്ടത് വെന്തോളും. ഒന്നും കൂടി അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതും റെഡി ആയിട്ടുണ്ടാവും. പച്ചക്കായും മുരിങ്ങക്കായും വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ടാൽ ഇത് കുഴഞ്ഞു പോകും, പെട്ടെന്ന് തന്നെ വെന്ത് പോകും പച്ചക്കായൊക്കെ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഈ അവിയലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. ഒന്നും കൂടി ഒരു 1-2 മിനിറ്റും കൂടി അടച്ചു വെക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട. ഇതേപോലെ തന്നെ സിമ്മിലിട്ട് ആവിയിൽ നന്നായിട്ട് വെന്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചതച്ച് വെക്കണം. ഒരു അരമുറി തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും ഒരു പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ വീടുകളിൽ അവിയലുണ്ടാക്കുമ്പോൾ ഉള്ളി ചേർക്കാറുണ്ട്, പക്ഷേ സദ്യ അവിയലിന് ഉള്ളി ചേർക്കാറില്ല. അത് ചിലപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ സദ്യ അവിയൽ ഉണ്ടാക്കുമ്പോൾ ചീത്തയായി പോകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉള്ളി ചേർക്കാത്തത്. അപ്പോൾ ഇതേപോലെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ സദ്യ അവിയലായതുകൊണ്ട് ഞാനും ഉള്ളി ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പുളി ചേർക്കണം. അപ്പോൾ വാളംപുളിയാണെങ്കിൽ ഇപ്പോൾ ചേർത്തിട്ട് 1 മിനിറ്റ് അടച്ചു വെക്കുക. മാങ്ങയാണെങ്കിൽ ഈ സമയത്ത് ചേർത്തിട്ട് 1 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കണം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഇത് സാമാന്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഇനി ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഒന്ന് ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയാണെങ്കിൽ ഒന്ന് വേവിക്കണം. ഇപ്പോൾ തൈരാണെങ്കിൽ ഒന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഞരടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ടാവും. ഇതേപോലെ ഈ ഓണത്തിന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അവിയലിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 3 ഘടകങ്ങളാണ്. ഒന്ന് നല്ല ഫ്രഷായ തേങ്ങ വേണം, പിന്നെ നല്ല മണമുള്ള കറിവേപ്പില വേണം, പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ. ഇത് 3 ഉണ്ടെങ്കിൽ അവിയൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇതോടെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.